ഐ തിങ്ക് ഐ ക്രൈഡ് മോർ ദാൻ ഇൻ മൈ ഹോൾ ലൈഫ്. തലസ്ഥാനമായ കെയ്റോയിൽ നിന്ന് ഈജിപ്തിലെ നെജിരീജിലേക്ക് 80 മൈലിൻ്റെ ദൈർഘ്യമുണ്ട്. 2.5 മണിക്കൂറിൻ്റെ യാത്രാദൂരം. ഈജിപ്തിലെ സാധാരണക്കാർ അധിവസിക്കുന്ന കാർഷിക ഗ്രാമം. ഇന്നും ആഡംബരമെത്താത്ത തെരുവുകളാണ് ഗ്രാമത്തിലുള്ളത്. കന്നുകാലി വളർത്തലും കൃഷിയുമൊക്കെയായി ആ മനുഷ്യർ പരമ്പരാഗത ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഗ്രാമത്തിലെ പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ ചുമരുകളിൽ ചിലതിന് പക്ഷേ തിളക്കം കാണാം. നെജിരീജിൻ്റെ പുത്രൻ, ഇംഗ്ലീഷ് ഫുട്ബോളിലെ പൊന്നും വിലയുള്ള കുന്തമുന മുഹമ്മദ് സലായുടെ ചിരിക്കുന്ന മുഖമാണ് കെട്ടിടങ്ങളുടെ തിളക്കമേറ്റുന്നത്. നെജിരീജ് ഗ്രാമത്തെ ലോകമാകെ കീർത്തി പരത്തിയ മനുഷ്യൻ. അവർക്ക് ആ 33-കാരൻ എല്ലാമാണ്. വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ മേഴ്സി നദിയോട് ഓരം ചേർന്നാണ് ലിവർപൂൾ പട്ടണം. വ്യാവസായിക വിപ്ലവകാലത്ത് ലിവർപൂളിനെ പ്രധാന തുറമുഖ നഗരമാക്കുന്നതിൽ മേഴ്സി നദി വഹിച്ച പങ്ക് ചെറുതല്ല. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന സാമ്രാജ്യത്തിന് ലിവർപൂൾ തന്ത്രപ്രധാന ഇടമാണ്, സാമ്പത്തിക സ്രോതസ്സുമാണ്. ആ നാട്ടിലേക്കാണ് 2017 ആണ്ടിൽ മുഹമ്മദ് സലാ എന്ന 25-കാരനെത്തിയത്. ചെൽസിയും റോമയും ഉൾപ്പെടെ പലയിടങ്ങളിൽ കളിച്ചെത്തിയ മനുഷ്യനെ ലിവർപൂളിലെ മനുഷ്യർ ആവോളം സ്നേഹിച്ചു. ആൻഫീൽഡിലെ മൈതാനം ആ മനുഷ്യന് പുതുയുഗപ്പിറവി സമ്മാനിച്ചു. ലിവർപൂളിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അവിടെ തുടങ്ങുകയായിരുന്നു. 2017 ജൂൺ 22-നാണ് ദീർഘകാല കരാറിൽ മുഹമ്മദ് സലാ ലിവർപൂളിലെത്തിയത്. റോബർട്ടോ ഫിർമിനോ ധരിച്ചിരുന്ന 11-ാം നമ്പർ ജേഴ്സി ആൻഫീൽഡ് അദ്ദേഹത്തിന് സമ്മാനിച്ചു. പിന്നീടിങ്ങോട്ട് ലിവർപൂളിൻ്റെ ചുവപ്പ് ജേഴ്സിയിൽ സലായുടെ താണ്ഡവമായിരുന്നു. കളിക്കളത്തിലും പുറത്തും സലാ മാനുഷിക മൂല്യങ്ങളുടെ വക്താവായി. ഫുട്ബോളിൻ്റെ റെക്കോർഡ് ബുക്കിൽ തൻ്റെ നാമം അദ്ദേഹം എഴുതി ചേർത്തു. അരങ്ങേറ്റ സീസണിൽ തന്നെ 44 ഗോളടിച്ച താരം ചരിത്രമെഴുതി. ലിവർപൂളിന് വേണ്ടി അതിവേഗം 50 ഗോളടിച്ച താരമായി മുഹമ്മദ് സലാ. അങ്ങനെ നേട്ടങ്ങളുടെ പട്ടിക വലുതായിക്കൊണ്ടിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ വേഗതയേറിയ ഹാട്രിക്കും സലായുടെ പേരിലാണ്. 6 മിനിറ്റും 12 സെക്കൻഡും എടുത്താണ് അദ്ദേഹം 2022 ഹാട്രിക് നേടിയത്. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോൾ നേടിയ ഒരു ആഫ്രിക്കൻ താരമെന്ന റെക്കോർഡും സലാ പേരിലാക്കി. 2017-18 സീസണിൽ 32 ഗോളുകളാണ് താരം നേടിയത്. സലായുടെ റെക്കോർഡുകൾ രേഖപ്പെടുത്തിയാൽ കഥ നീണ്ടങ്ങനെ പോകും. വർഷങ്ങളോളം അകന്നു നിന്ന കിരീടങ്ങളും നഷ്ടപ്പെട്ട പ്രതാപവും സലായിലൂടെ ആൻഫീൽഡിലേക്ക് തിരിച്ചെത്തി. ഒടുവിൽ 9 വർഷം നീണ്ട ലിവർപൂൾ ജീവിതത്തിന് സലാ വിരാമമിട്ടു. ആൻഫീൽഡിലെ ചുവന്ന മണ്ണിൽ തന്നെയാണ് ക്ലബിന് വേണ്ടിയുള്ള കളി മതിയാക്കിയത്. ലോക ഫുട്ബോൾ പ്രേമികൾക്ക് അതൊരു വൈകാരിക നേരമായിരുന്നു. സലായുടെ ചിത്രങ്ങളും ഈജിപ്ഷ്യൻ പതാകകളുമായാണ് ആൻഫീൽഡിലേക്ക് ആരാധകർ ഒഴുകിയെത്തിയത്. ചുവന്നു തൊടുത്ത ഗ്യാലറി സലായുടെ പേരുകളാൽ മുഖരിതമായി. സലായുടെ ഓരോ ചലനങ്ങളിലും ആരാധകർ കണ്ണീരണിഞ്ഞു. ബ്രെൻഫോർഡിനെതിരായ മത്സരത്തിൽ ഗോളടിച്ചില്ലെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ സലാ നിറഞ്ഞു കളിച്ചു. 57-ാം മിനിറ്റിൽ കുർട്ടിസ് ജോൺസിൻ്റെ ഗോളിന് വഴിയൊരുക്കി ഏറെ പ്രിയപ്പെട്ട ആരാധകർക്ക് സമർപ്പിച്ചു. കളിയുടെ 73-ാം മിനിറ്റ് വരെ നിറഞ്ഞാടി. ഒടുവിൽ പകരക്കാരനായെത്തിയ ജെറമി ഫ്രിംപോങ്ങിന് വേണ്ടി അദ്ദേഹം കളം വിട്ടു. ആൻഫീൽഡിൻ്റെ പച്ചപ്പുൽ മൈതാനത്തിന് ചുറ്റും ആർപ്പുവിളികളാൽ നിറഞ്ഞ ആരാധകരുടെ ഇടയിൽ കയ്യടികളോടെ അദ്ദേഹം മൈതാനം വിടുമ്പോൾ സഹതാരങ്ങൾ യാത്രയേക്കാനെത്തി. ആൻഫീൽഡിലെ പച്ചപ്പുൽ മൈതാനത്തിന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ചുടുചുംബനം നൽകി സലാ മടങ്ങുമ്പോൾ ഗ്യാലറിയിൽ ഹർഷാരവം മുഴങ്ങുന്നു. ആൻഫീൽഡിനെ വിറപ്പിച്ച ലിവർപൂളിൻ്റെ ജേഴ്സിയിൽ ലോകമാകെ പടർന്ന മനുഷ്യനിത മറ്റൊരു കൂടാരം തേടിപ്പോകുന്നു. ഇനി വലതു വിങ്ങിൽ നിന്ന് എതിർ ടീമിൻ്റെ കോട്ടകളെ കുത്തിയിളക്കി കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കുന്ന മാന്ത്രികത ആൻഫീൽഡിന് അന്യമാകും. സഹതാരങ്ങളിലേക്ക് അളന്നു മുറിച്ച് പന്തെത്തിക്കുന്ന മികച്ചൊരു പ്ലേമേക്കറെ ലിവർപൂളിന് നഷ്ടമാകും. ിൽ ക്ലബിലെത്തിയത് മുതൽ 9 വർഷക്കാലം ലിവർപൂളിൻ്റെ ആക്രമണ നിരയുടെ കുന്തമുനിയായിരുന്നു മുഹമ്മദ് സലാ. ലിവർപൂളിന് വേണ്ടി ആകെ കളിച്ചത് 442 മത്സരങ്ങൾ. ഇക്കാലം അത്രയും നേടിയത് 257 ഗോളുകൾ, 122 അസിസ്റ്റുകളും പേരിലുണ്ട്. 2 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ, ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം, ഒരു ക്ലബ് ലോകകപ്പ്, യുവേഫ സൂപ്പർ കപ്പ്, FA കപ്പ്, 2 ലീഗ് കപ്പുകൾ. അങ്ങനെ സമ്പന്നമായൊരു കാലഘട്ടം ലിവർപൂളിനെ സമ്മാനിച്ചാണ് സലാ മടങ്ങുന്നത്. ലിവർപൂളിൻ്റെ ചരിത്രത്തിൽ സലായുടെ പേരിന് എന്നും തിളക്കമേറും. 1 സീസൺ വണ്ടർ എന്ന് അരങ്ങേറ്റ കാലത്ത് പരിഹസിച്ചവരോടുള്ള മധുര പ്രതികാരമാണ് ആൻഫീൽഡിൽ കഴിഞ്ഞ ദിവസം അത്രയും കണ്ടത്. നിങ്ങൾ വിജയിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബാണിത്.
എന്നാൽ നിങ്ങൾ തോൽക്കാൻ തുടങ്ങിയാൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും മോശം ക്ലബ്ബ്. അതുകൊണ്ട് അടുത്ത വർഷം നിങ്ങൾ ജയിക്കുന്നതാണ് നല്ലത്. ലിവർപൂൾ താരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സലാ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനിയും നേട്ടങ്ങൾ കൊയ്യണമെന്നാണ് ടീമിനുള്ള ഉപദേശം. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സംതൃപ്തനാണ്. ആരാധകരുടെ സ്നേഹം ആവോളം അനുഭവിച്ചു. സലാ ആൻഫീൽഡിൽ വികാരഭരിതനായി. സലായുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ ലോക ഫുട്ബോൾ പ്രേമികൾക്കും അതൊരു ഹൃദയവേദനയുടേതായി. ഇതുപോലൊരു ഹൃദയവേദനയോടെ മറ്റൊരു പടിയിറക്കം സമീപകാലത്ത് കണ്ടത് 2021 അന്നൊരു ഓഗസ്റ്റ് 8 വാർത്താ സമ്മേളനത്തിൽ മെസ്സി കരഞ്ഞു കണ്ണീരോടെ ബാഴ്സലോണ വിട്ടത് ഇന്നും ഫുട്ബോൾ പ്രേമികൾക്ക് നോവായി കിടക്കുന്നുണ്ട്. എൻ്റെ ജീവിതകാലം മുഴുവൻ കരഞ്ഞതിലേറെ ഞാൻ ഇപ്പോൾ കരഞ്ഞു. ലിവർപൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ സലായുടെ വാക്കുകൾ നോവായി മാറുന്നു. ലിവർപൂളും ആൻഫീൽഡും ആ മനുഷ്യന് എന്തായിരുന്നുവെന്ന് ഈ ഒരൊറ്റ വാക്കിലുണ്ട്: ഇനി സലാ ഇല്ലാത്ത ലിവർപൂൾ. ആൻഫീൽഡിന് ആ സത്യം അംഗീകരിക്കാൻ സമയമേറെ എടുക്കുമെന്നുറപ്പ്. സലാം മോ സലാ. യു വിൽ നെവർ വാക്ക് അലോൺ. വിശ്വപ്രസിദ്ധമായ വരികൾ ആൻഫീൽഡിൻ്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ സലാ ഓർക്കപ്പെടും.